ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ERP മൊഡ്യൂളിലെ നാലാമത്തെ നമ്മുടെ ERP മൊഡ്യൂളിലെ അവസാനത്തെ ക്ലാസ്സാണിത്. ഫേസസ് ഓഫ് ERP ഇംപ്ലിമെൻറ്റേഷനും പിന്നെ അവസാനമായിട്ടുള്ള ഇഷ്യൂസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫേസസ് ഈ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലുള്ള ഡിഫറെൻറ്റ് ഫേസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണ് എന്നുള്ളതാണ് മൈൻഡിൽ വെക്കേണ്ടത് ഈ പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു ERP എന്ന സോഫ്റ്റ്വെയർ മൊത്തം ഓർഗനൈസേഷനിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ഫേസസിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ERPയുടെ ഡിഫറെൻറ്റ് ഫേസസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ്, സെക്കൻഡ് പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ്, ദെൻ പാക്കേജ് ഇവാലുവേഷൻ, ഗ്യാപ്പ് അനാലിസിസ്, business process re-engineering, installation and configuration, project team training, system testing, go live and support, end user training, post implementation. ഇത്രയും 11 സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERPയിൽ വരുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഫേസാണ് ഇത്, ഫസ്റ്റ് ഫേസാണ്, ഒന്നാമത്തെ ഫേസാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ്. എല്ലാ നമ്മുടെ മാനേജ്മെൻറ്റ് കൺസെപ്റ്റും അതുപോലെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആയിരിക്കും, അല്ലേ? ഒരു പ്രൊജക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതൊരു പ്ലാൻ വേണം, അല്ലേ? അതാണ് ആദ്യത്തെ സ്റ്റേജ് തന്നെ. ERP ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ സ്റ്റേജാണ് പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ് ഫേസ്. എ വെൽ ഡിഫൈൻഡ് പ്ലാൻ ഷുഡ് ബി ഡ്രാഫ്റ്റഡ് ബിഫോർ കമ്പനി ആക്ച്വലി സ്റ്റാർട്ട് വിത്ത് ദി ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്. അതായത് ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ വെൽ പ്ലാൻഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ് ആയിട്ട് മാറുള്ളൂ. സച്ച് പ്ലാൻ വിൽ സെറ്റ് ഔട്ട് ഡീറ്റെയിൽസ് ഓഫ് ദി ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ഇൻ ഫ്യൂച്ചർ ഫോർ ദി എഫക്റ്റീവ് ERP ഇംപ്ലിമെൻറ്റേഷൻ. ഈ ERP നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അല്ല ഇഫക്റ്റീവ്നെസ്സും യൂസും എല്ലാം നമ്മൾ ഓൾറെഡി അത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ ടൈം ഷെഡ്യൂള്, ഡെഡ് ലൈൻസ്, അതിൻ്റെ ബഡ്ജറ്റുകൾ, ERPയുടെ റോൾ എന്തൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ, അത് വന്നുള്ള ഉപയോഗം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം, അതിലുള്ള റിസ്ക് എന്തൊക്കെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം പ്ലാനിങ് ഫേസിൽ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അതാണ് ഒന്നാമത്തേത് പ്ലാൻ തന്നെ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നത് പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ്. രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ്. പ്രീ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രീ മീൻസ് മുന്നേ എന്നുള്ള അർത്ഥമാണ്. പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇവാലുവേഷന് മുന്നേ നടത്തുന്ന സ്ക്രീനിങ്. ഇവാലുവേഷൻ നമ്മൾ അവസാനമായിട്ട് നടത്തുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിനു ശേഷം, അതിന് മുന്നേ നടത്തുന്നതാണ് പ്രീ ഇവാലുവേഷൻ. Once the company decide to implement ERP system, there begins the search for suitable package. But there are hundreds of ERP vendors all claiming to provide perfect the solution that is ideal for the company. ERP സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെൻഡേഴ്സ് ERP സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷന് ക്യാപ്പബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. നമ്മളൊരു വലിയ ഓർഗനൈസേഷനിൽ പോയി ഇംപ്ലിമെൻറ്റ് ചെയ്തതും നമ്മളിത് ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ വലിയ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമ്മുടെ ഓർഗനൈസേഷനിൽ അതേപോലെ ചെയ്യുന്നത് ചിലപ്പം അത്ര എഫക്റ്റീവ്നെസ് ഉണ്ടാവണമെന്നില്ല. വലിയ ഓർഗനൈസേഷനിൽ ചെയ്യുന്നത് ആ ഓർഗനൈസേഷന് വേണ്ട കോൺഫിഗറേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും. അതുപോലത്തെ നമ്മുടെ ചെറിയ ഓർഗനൈസേഷന് വേണ്ട കോൺഫിഗറേഷന് നമ്മുടെ ആവശ്യം എന്തൊക്കെയാണ് അതനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ERP ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ERP വെൻഡേഴ്സ് ഉണ്ടായിരിക്കും, അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. നമ്മളെല്ലാവരുടെ അടുത്തൊന്നും എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഒരു കൊട്ടേഷൻ പോലത്തെ ഇതെല്ലാം മേടിക്കണം. അതുപോലെ അതിൻ്റെ ബഡ്ജറ്റ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റ് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വെൻഡേഴ്സായിട്ട് തീരുമാനിക്കണം. എന്നിട്ട് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യണം, അവസാനം സെലക്ട് ചെയ്യണം. അതിൽ നിന്ന് അനലൈസിങ് ഓൾ ദി പാക്കേജസ് ബിഫോർ റീച്ചിങ് ടു എ ഡിസിഷൻ ഈസ് നോട്ട് പോസിബിൾ ആൻഡ് പ്രാക്ടിക്കൽ. എല്ലാ പാക്കേജും ചെയ്യുന്നത് അതായത് എല്ലാ പാക്കേജും അനലൈസ് ചെയ്യുന്നതെല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ വെരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്, അല്ലേ? അത് വളരെ ടൈം എടുക്കുന്ന പ്രോസസ്സും അത് പ്രാക്ടിക്കലായിട്ടുള്ള പ്രോസസ്സും ആവണമെന്നില്ല. എല്ലാ പാക്കേജും നമ്മൾ എന്താ ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. So it is better to limit the number of packages that we are evaluated to less than 5. അപ്പോൾ 5 കുറവ് അല്ലെങ്കിൽ 5 കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക,
പാക്കേജ് സെലക്ട് ചെയ്യാതിരിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഡു എ തറോ ഇവാലുവേഷൻ ഓഫ് സ്മോൾ നമ്പർ ഓഫ് പാക്കേജസ് റാദർ ദാൻ ഡൂയിങ് സൂപ്പർഫിഷ്യൽ അനാലിസിസ് ഓഫ് മെനി പാക്കേജസ്. അതായത് ചെറിയ പാക്കേജസ് നമ്മൾ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നേക്കാളും നല്ലത് ചെറിയ ERP പാക്കേജസ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. So companies should pre-evaluate the screening and limit the number of packages that we are evaluating by the committee. അപ്പം ഒരു കമ്മിറ്റി എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഓർഗനൈസേഷനിലൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക നമ്മൾ ഓർഗനൈസേഷൻ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ERP അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഒരു ഇവാലുവേഷൻ സ്ക്രീനിങ് ആദ്യം നടത്തിയിരിക്കണം എന്നാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് പാക്കേജ് ഇവാലുവേഷൻ. പാക്കേജ് ഇവാലുവേഷനിൽ പറയുന്നത് 1 is to decide to implement a new ERP system. Next step is to make proper evaluation of package available in the market. ഏറ്റവും നല്ല പാക്കേജ്, അതായത് അത് ഫിനാൻഷ്യൽ ആയാലും നല്ല സർവീസ് ആയാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഒരു ലാപ്ടോപ്പ് എക്സാമ്പിൾ എടുക്കുക, ഒരുപാട് ലാപ്ടോപ്സ് അവൈലബിൾ ഉണ്ടാവും. പക്ഷേ നമുക്ക് നല്ല സർവീസ് തരുന്നതല്ലേ നമ്മൾ മേടിക്കുകയുള്ളൂ, അല്ലേ? അതൊരു TV ആയാലും എന്തോ ആയാലും നമ്മൾ അങ്ങനെയല്ലേ മേടിക്കുള്ളൂ. അപ്പോൾ പാക്കേജ് നമ്മൾ എന്തായാലും നോക്കും, അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ടൂറ് പോകാനുള്ളൊരു പാക്കേജ് നോക്കുകയാണ്, നമുക്ക് ഏറ്റവും നല്ല പ്ലേസ് കാണിക്കുന്നതും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലേ? അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ സ്റ്റേജിലും പാക്കേജ് ഇവാലുവേറ്റ് ചെയ്യണം. സോ മേക്ക് പ്രോപ്പർ ഇവാലുവേഷൻ ഓഫ് പാക്കേജ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള പാക്കേജസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. ദി ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ പ്രോസസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫേസസ് ഓഫ് ERP സിസ്റ്റം. അപ്പം ഈ പാക്കേജ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം ഇതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കി എല്ലാ എഫക്റ്റും ഉണ്ടാവുക, അല്ലേ? അപ്പം ERP system implementation, because the package company select will decide the success or failure of the project. അതിന് കമ്പനിയുടെ സക്സസും ഫെയിലിയറും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ പാക്കേജ് ഇവാലുവേഷൻ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. സിൻസ് ദി ERP system involved huge investment, one package is purchased, it is not an easy task to switch to another one. അതായത് നമ്മളിപ്പോൾ ഒരു പാക്കേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പാക്കേജിലേക്ക് മാറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, വലിയ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഇറിവേഴ്സിബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ അതുപോലത്തെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ERP സിസ്റ്റം എന്ന് പറയുന്നത്. വലിയ ഫിനാൻഷ്യൽ ബേർഡൻ വരുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. So the objective of selection process is not an identify a package that cover each and every requirement. To find a package that is flexible to meet the company's need. നമ്മുടെ കമ്പനിയുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള പാക്കേജാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പം പാക്കേജ് ഇവാലുവേഷനാണ് മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഗ്യാപ്പ് അനാലിസിസ്. നാലാമത്തെ സ്റ്റേജാണ് ഗ്യാപ്പ് അനാലിസിസ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൻ്റെ രണ്ട് മതിലുകൾ തമ്മിൽ, അല്ലേ, ഉള്ളിലുള്ള ആ ഒരു സ്പേസിനല്ലേ നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. രണ്ട് തടസ്സങ്ങളുണ്ട്, അതിൻ്റെ നടുവിലുള്ള ഒരു സ്ഥലത്തിന് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫേസസ് ഇൻവോൾവ്ഡ് ഇൻ ERP ഇംപ്ലിമെൻറ്റേഷൻ. ഗ്യാപ്പ് അനാലിസിസ് ഈസ് ദി പ്രോസസ് ത്രൂ വിച്ച് ഓർഗനൈസേഷൻ ക്യാൻ ഫൈൻഡ് ഔട്ട് എ ഗ്യാപ്പ് now existing in the organization in the matter process automation. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ERP ഇല്ലാത്തത് കൊണ്ടുള്ള ആ ഗ്യാപ്പ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ERP വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ആവുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓർഗനൈസേഷനിൽ ERPയുടെ ആവശ്യമുണ്ടോ, അതാണ് ആ ഗ്യാപ്പ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ERP സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഗ്യാപ്പ്. അതായത് ERP വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഉണ്ടായിരിക്കണം. അതാണ് ഗ്യാപ്പ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്താണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഓഫ് BPR. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ മൊഡ്യൂളും അഞ്ചാമത്തെ പോയിൻറ്റും പറയുന്നത്.
നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള മൊഡ്യൂൾ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണ് ERP ശേഷം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് BPR എന്നുള്ളത് പറയും. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്നാണ് BPR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. BPR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഈസ് പ്രീ റിക്വസൈറ്റ് ഫോർ ഗോയിങ് അഹെഡ് വിത്ത് പവർഫുൾ പ്ലാനിംഗ് ടൂൾ ERP. An in-depth BPR study has to be done before taking ERP. Business process re-engineering bring out the deficiencies of an existing system and attempt to maximize the productivity. നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കുറവുകളുണ്ട് അത് എങ്ങനെയൊക്കെ നികത്താൻ സാധിക്കുന്നതെല്ലാം BPR പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പം ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നമ്മളെന്തെങ്കിലും നിർബന്ധമായിട്ടും നോക്കണം എന്നാണ് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. ത്രൂ റീസ്ട്രക്ചറിങ് ആൻഡ് റീ ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആസ് വെൽ ആസ് ഡിവിഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ എൻ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ എല്ലാം റീസ്ട്രക്ചർ എല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇതിലൂടെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്യുന്നതിന് വേറൊരു മാറ്റം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർഗനൈസേഷനിൽ അതിലൊരു മോട്ടിവേഷൻ, ഒരു ഉണർവ് വരും, ഒരു ചേഞ്ചസ് വരും. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതാണ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് റീ ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ള അർത്ഥം. Re-engineering is the process that reforms business practices for optimum preference, customer service and financial return. Re-engineering എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് റിഫോം ബിസിനസ് പ്രാക്ടീസ് ഫോർ ഒപ്റ്റിമം പെർഫോമൻസ്. ഏറ്റവും നല്ലൊരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ സർവീസ് ആയാലും ഫിനാൻഷ്യൽ റിട്ടേൺ ആയാലും അതെല്ലാം റീ എഞ്ചിനീയർ ഒന്നുകൂടി റീ പ്രോസസ്സ് ചെയ്തിട്ട് നല്ലൊരു പെർഫോമൻസിലേക്ക് അതിനെത്തിക്കുന്നു. അപ്പം ഇതാണ് BPR. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും ഈ BPR എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ് 6ാമത്തെ സ്റ്റേജാണ് വരുന്നത് ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ. നിങ്ങൾ കേട്ട വാക്കായിരിക്കും ഇത്, ഇൻസ്റ്റാളേഷനും കോൺഫിഗറേഷനും എല്ലാം. നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യും, അത് കോൺഫിഗർ ചെയ്യും, ടെസ്റ്റ് ചെയ്യും, അതെല്ലാമാണ് ഇതിലും പറയുന്നത്. ERP എന്ത് ചെയ്യുന്നു, ദിസ് ഈസ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ദി സ്റ്റേജ് ടൈം മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഫേസ് ഓഫ് ERP ഇംപ്ലിമെൻറ്റേഷൻ. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേജാണെന്ന് പറയുന്നു. ദി ഗോൾഡൻ റൂൾ ഓഫ് ERP ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ടു സിങ്ക്രണൈസ് ദി എക്സിസ്റ്റിംഗ് company practice with the ERP package rather than changing the source code and customizing it to suit the company. നമ്മുടെ കമ്പനിക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഇത് കോൺഫിഗർ ആവുന്നുണ്ടോ, ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളെല്ലാം ഈ സ്റ്റേജിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. In order to achieve this whole process of business should be analyzed in detail and after that it should be modified to match it to the overall objectives of the organization. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിനനുസരിച്ചിട്ട് വേണം നമ്മളൊരു സാധനം നമ്മുടെ ഓർഗനൈസേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൾച്ചർ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ വാല്യൂസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ അത് എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ള എല്ലാ കാര്യം അപ്പോൾ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷനിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കോൺഫിഗർ ചെയ്യും, അത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. അത് പഴയ രീതിയിൽ നിന്ന് നമ്മൾ പുതിയ രീതിയിലേക്ക് മാറുകയാണ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ട്രെയിനിങ് കൊടുക്കണം അല്ലേ. നമ്മൾ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. ഒരു എംപ്ലോയീസിനും ERP എന്താണെന്ന് അറിയില്ല, അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും അറിയില്ല. പുതിയൊരു സോഫ്റ്റ്വെയർ, ഒരു കമ്പ്യൂട്ടർ എല്ലാം വരുമ്പോൾ ഇങ്ങനെയല്ലേ, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കും, ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യിക്കും എല്ലാവരെ കൊണ്ടും അല്ലേ. അപ്പോൾ 7ാമത്തെ സ്റ്റേജാണ് പ്രൊജക്റ്റ് ടീം ട്രെയിനിങ്. അലോങ് വിത്ത് ദി കോൺഫിഗറേഷൻ സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു ദി പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ടീം. അപ്പം എല്ലാവർക്കും എന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. ഇൻറ്റൻസീവ് ട്രെയിനിങ് വിൽ ഹെൽപ്പ് സ്റ്റാഫ് of implementation team to implement the system more effectively to cater the requirement of the end users. അപ്പം അത് എല്ലാവർക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കൊരു പ്രൊജക്റ്റ് ടീമിൻ്റെ ട്രെയിനിങ് കൊടുക്കണം. This is the phase where company trains its employees to implement and later run the system. അപ്പോൾ എംപ്ലോയീസിനെല്ലാം അത് റൺ ഓർഗനൈസേഷനിൽ അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യിക്കണമെങ്കിൽ അതിനെന്ത് വേണം, കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. കാരണം അവരാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യേണ്ട ആളുകൾ ഇനി മുതൽ. അപ്പം അതിൻ്റെ പ്രൊജക്റ്റ് ടീമുകളെല്ലാം അവർക്ക് എന്ത് ചെയ്യും, എംപ്ലോയീസിനെല്ലാം ക്ലാസ് എടുത്തു കൊടുക്കും. അതിൻ്റെ യൂസസ്, അത് ഉപയോഗിക്കേണ്ട രീതികളെല്ലാം പറഞ്ഞു കൊടുക്കും.
ERP vendors and consultants will leave the organization after implementing the system. After the system is to be handled by the staff themselves. അവർ ഇൻസ്റ്റാൾ എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ വെൻഡേഴ്സ് എല്ലാം ഓർഗനൈസേഷൻ വിട്ട് പോയി കഴിഞ്ഞാൽ ഈ എംപ്ലോയീസാണ് ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടത്. അപ്പം എംപ്ലോയീസിന് കറക്റ്റായിട്ട് എന്ത് വേണം? എംപ്ലോയീസ് ഷുഡ് ബി അവെയർ അബൌട്ട് ദിസ് കോൺഫിഗറേഷൻസ്. ഇതിലെന്തൊക്കെ ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം എംപ്ലോയീസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നൽകണം. നിങ്ങൾ എന്താണ് ട്രെയിനിങ് എന്നുള്ളതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എട്ടാമത്തെ സ്റ്റേജാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. ദിസ് ഈസ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ആസ് ഫാർ ആസ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കൺസേൺഡ്. ഇറ്റ് ഈസ് ദി ഫേസ് വേർ ദി കമ്പനി ഈസ് ടെസ്റ്റിംഗ് ദി റിയൽ കേസ് സിനാരിയോ. സോഫ്റ്റ്വെയർ ഈസ് ടെസ്റ്റഡ് ടു എൻഷുർ ഇറ്റ്സ് പെർഫോമൻസ് പ്രോപ്പർലി. ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും തെറ്റുകളുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ, നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യുന്നത്. ദി ടെസ്റ്റ് കേസ് മേ ഡിസൈൻ specifically to find the weak links in the system and these bugs should be fixed before going to live. അതായത് നമ്മൾ ലൈവായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടിക്കലിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ബഗ്സ് ഉണ്ടോ എന്നെല്ലാം ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാം. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ആ കുഴപ്പങ്ങളെല്ലാം ഇറേഴ്സ് എല്ലാം സോൾവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ലൈവ് ആയിട്ട് പ്രോഗ്രാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡെയിലി യൂസ് ചെയ്യാനും ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് കടക്കാനെല്ലാം വേണ്ടിയിട്ട്. ഒമ്പതാമത്തെ സ്റ്റേജാണ് ഗോ ലൈവ്സ് ആൻഡ് സപ്പോർട്ട്. ഗോ ലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഗോ ലൈവ് എന്ന് ഉദ്ദേശിക്കുന്നത്. Now all the formalities of the ERP implementation is almost completed and the new system is ready to take off. അപ്പം എല്ലാ പ്രൊസീജിയറും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ERP ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിനുള്ള. അപ്പം എന്ത് ചെയ്യുന്നു? നോ ഓൾ ദി ഫോർമാലിറ്റീസ് ഫിനിഷ്ഡ് ആൻഡ് ന്യൂ സിസ്റ്റം ഈസ് റെഡി ടു ടേക്ക് ഓഫ്. നമ്മൾ പുതിയ സിസ്റ്റം തുടങ്ങാൻ പോവുകയാണ്. എവറിത്തിങ് ഈസ് കോൺഫിഗർഡ് ആൻഡ് ടെസ്റ്റഡ്, ബഗ്സ് ആർ റിമൂവ്ഡ്, റിപ്പോർട്ട്സ് ആർ ഓക്കെ ആൻഡ് ദി സിസ്റ്റം ബിക്കം ലൈവ് ടു പെർഫോം ദി ബിസിനസ് ഓപ്പറേഷൻസ്. എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തു, അതിനുശേഷം ബഗ്സ് ഉള്ളതെല്ലാം റിമൂവ് ചെയ്തു, റിപ്പോർട്ട്സ് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റം എംപ്ലോയീസിന് എംപ്ലോയീസിന് ലൈവായിട്ട് ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ പോകുന്ന ഒരു സ്റ്റേജാണിത്. ദി സിസ്റ്റം ഈസ് ഒഫീഷ്യലി proclaimed operational even through the operational team must have been testing it and running successfully for some time. അതായത് സിസ്റ്റം ഈസ് ഒഫീഷ്യലി പ്രൊക്ലെയിംഡ് ഓപ്പറേഷണൽ ഈവൻ ത്രൂ ഓപ്പറേഷണൽ ടീം മസ്റ്റ് ഹാവ് ബീൻ ടെസ്റ്റിംഗ് ഇറ്റ് ആൻഡ് റണ്ണിങ് ഇറ്റ് സക്സസ്ഫുള്ളി ഫോർ സം ടൈം. കുറച്ച് സമയം എന്തായാലും ഇത് ലൈവ്, അതായത് ഗോ ലൈവ് പോയതിന് ശേഷമാണെങ്കിൽ പോലും കുറച്ച് സമയമൊക്കെ ഈ ഓപ്പറേഷൻ ടീം ഇതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതെല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ ടീംസ് ഇവിടെ എംപ്ലോയീസിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. But once the system is live, the old system is removed and the new system is used for doing business. പക്ഷേ ഇത് ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ എല്ലാവരും അത് അഡാപ്റ്റ് ആവും, ഇത് യൂസ്ഡ് ആവും. അതിലൂടെ ഓൾഡ് സിസ്റ്റം മാറി പുതിയൊരു ടെക്നോളജി ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ആവുന്നതാണ്. പത്താമത്തെ സ്റ്റേജാണ് എൻഡ് യൂസർ ട്രെയിനിങ്. Now this new system is in the hand of end users. End users എന്ന് പറയുന്നത് എംപ്ലോയീസ് തന്നെയായിരിക്കും. അവർക്ക് വേണ്ട, നമ്മൾ നേരത്തെ ടീം ലീഡേഴ്സിനായിരുന്നു മെയിൻലായി ഫോക്കസ് ചെയ്ത് ട്രെയിനിങ് കൊടുത്തിരുന്നത്. ഇനി ടീം ലീഡേഴ്സ് എല്ലാം എന്ത് ചെയ്യും? എംപ്ലോയീസിന് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ എൻഡ് യൂസേഴ്സിന് കൊടുക്കും. അതിലൂടെ മാത്രമേ നമുക്ക് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും അതുപോലെ പ്രൊഡക്ടിവിറ്റി എല്ലാം മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Employees who are going to use the new system, they should provide with sufficient training to handle any contingencies. This phase start with much before the system start going to live. നമ്മൾ ഗോ ലൈവ് പോകുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ട്രെയിനിങ് കൊടുക്കും. അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യും? എൻഡ് യൂസറിന് ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. ദെൻ 11ാമത്തെ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജാണ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇംപ്ലിമെൻറ്റേഷൻ സൈക്കിൾ ഓഫ് ERP shall to an end with the new system become operational. Once the implementation is over, the vendors and head consultants will go. അവരെല്ലാം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം പോവും അല്ലേ. To exploit the benefit of ERP system should get enterprise wide acceptance. There should be people within the organization who have
technical powers to make necessary enhancement to the system and the require. അപ്പം ഇതെല്ലാം ടെസ്റ്റ് ചെയ്തു ഗോ ലൈവ് എല്ലാം പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് അതിന് ശേഷം എന്തൊക്കെയാണുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കണം. ദർ ഷുഡ് ബി പീപ്പിൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ ഹു ഹാവ് ടെക്നിക്കൽ പവേഴ്സ് ടു മേക്ക് നെസസറി എൻഹാൻസ്മെൻറ്റ് ടു ദി സിസ്റ്റം ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ദി സിസ്റ്റം മസ്റ്റ് അപ്ഗ്രേഡ് ആൻഡ് വെൻ ന്യൂ വെർഷൻസ് ഓർ ന്യൂ ടെക്നോളജീസ് ആർ ഇൻട്രൊഡ്യൂസസ്. നമ്മൾ ഒരേ സിസ്റ്റം എല്ലാ കാലവും ഉപയോഗിക്കാതെ എന്തെങ്കിലും അപ്ഡേഷൻ എല്ലാം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇംപ്ലിമെൻറ്റേഷൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ടെക്നോളജിയുടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ERP തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ ഡേ ടു ഡേ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റിന് നമ്മളും ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ERPയുടെ കൂടെ നമ്മളും അപ്ഡേറ്റ് ചെയ്ത് പോസ്റ്റ് അപ്ഡേഷനും അതുപോലെ ഇംപ്ലിമെൻറ്റേഷനും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയാണ് സ്റ്റേജസ് ഓഫ് ERPയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ്, പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ്, പ്രൊജക്റ്റ് ഇവാലുവേഷൻ, പാക്കേജ് ഇവാലുവേഷൻ, ഗ്യാപ്പ് അനാലിസിസ്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ, പ്രൊജക്റ്റ് ടീം ട്രെയിനിങ്, സിസ്റ്റം ട്രെയിനിങ്, അതുപോലെ ഗോ ലൈവ് ആൻഡ് സപ്പോർട്ട്, എൻഡ് യൂസർ ട്രെയിനിങ് ആൻഡ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റേജസിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദി ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP. ഈ ERP ഇംപ്ലിമെൻറ്റ് ചെയ്തതിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. വാട്ട് ആർ ദി ഇഷ്യൂസ് അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. റാപ്പിഡ് ഇംപ്ലിമെൻറ്റേഷൻ, പെട്ടെന്നുണ്ടാകുന്ന ഇംപ്ലിമെൻറ്റേഷൻ എന്തായിരിക്കും? ഓർഗനൈസേഷൻ ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ, കുറച്ച് യൂസ്ഡ് ആവാൻ കുറച്ച് സമയം പിടിക്കും. അത് ഒരു ഇഷ്യൂ ആണ് എല്ലാവർക്കും. കോംപ്ലക്സിറ്റി ഇൻ ഓപ്പറേഷൻ, സാധാരണ ട്രഡീഷണൽ വേലയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വരുന്നവർക്ക് ഇതെന്തായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പുതിയൊരു ടെക്നോളജി ആക്സെപ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അല്ല, അപ്പോൾ ഓപ്പറേഷനിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ദെൻ 3 ഓവർ റൺ ബഡ്ജറ്റ്, നമുക്ക് ഒരുപാട് വലിയ ബഡ്ജറ്റ് വേണം ഇത് റൺ ചെയ്യിക്കണമെങ്കിൽ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വലിയൊരു ബഡ്ജറ്റിൻ്റെ ആവശ്യമുണ്ട്. ദെൻ ലാക്ക് ഓഫ് ട്രെയിനിങ്, പ്രോപ്പറായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ലാക്ക് ഓഫ് പ്രോപ്പർ റിക്വയർമെൻറ്റ് അനാലിസിസ്, നമുക്ക് ERP ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എല്ലാ റിക്വയർമെൻറ്റും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളിപ്പോൾ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എല്ലാ റിക്വയർമെൻറ്റും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ എന്താണ്, പ്രോപ്പർ റിക്വയർമെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ERP പെട്ടെന്ന് നമുക്ക് ഒരുപാട് സംശയങ്ങളും അതുപോലെ ബുദ്ധിമുട്ടും ഉണ്ടാവും ഉപയോഗിക്കാൻ. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം സീനിയർ മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം സീനിയർ മാനേജ്മെൻറ്റ് വിൽ ലീഡ് ടു അൺനെസസറി ഫ്രസ്ട്രേഷൻ. സീനിയർ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ ഭയങ്കര കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനും ഓപ്പറേഷൻസ് ചെയ്യാനെല്ലാം. കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വിത്ത് ERP മൊഡ്യൂൾ വിൽ ലീഡ്സ് ടു ഇഷ്യൂസ് ഇൻ ഇൻ്റഗ്രേഷൻ ഓഫ് മൊഡ്യൂൾസ്. അതായത് മൊഡ്യൂൾസ് ഒന്നും പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് മൊഡ്യൂൾസ് എന്ന് ഓൾറെഡി പറഞ്ഞു, പല ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞു, അതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓർഗനൈസേഷന് പറ്റിയ കമ്പാറ്റബിലിറ്റി ഇല്ലെങ്കിൽ, നമ്മുടെ ഓർഗനൈസേഷന് പറ്റുന്ന രീതിയിലല്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടീസ് ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് വേണം ERP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സൗകര്യം, നമ്മുടെ ആവശ്യം, നമ്മുടെ കൾച്ചർ, വാല്യൂസ്, നമ്മുടെ രീതികൾ, അതിനൊക്കെ അനുസരിച്ച് വേണം ERP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. 8ാമത്തെ കോസ്റ്റ് ബർഡൻ, എല്ലാ ഡിസഡ്വാൻറ്റേജിലും വരുന്ന പോലെ കോസ്റ്റിൻ്റെ ബേർഡൻ ഇതിലും ഉണ്ടായിരിക്കും. ഒരുപാട് വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും, അപ്പോൾ അത് കോസ്റ്റിൻ്റെ ബേർഡൻ ഉണ്ടായിരിക്കും. ദെൻ 9th വൺ, ഇനാഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. ഇനാഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി എസെൻഷ്യൽ പ്രോസസ് അല്ലേ. അപ്പം ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ERP application module will require good processing speed and adequate storage. അപ്പം ഇതിൻ്റെ പ്രോസസ്സിങ്ങിനും അതുപോലെ സ്പീഡിനും എല്ലാം നമുക്ക് എന്തൊക്കെ വേണം, ഡാറ്റാബേസ് പോലത്തെ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനാഡിക്വേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് എന്താവും, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ്, നല്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതുപോലെ നല്ല ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം വേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പം പ്രോപ്പറായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും.
Human related issues. Major problems of ERP implementation are not technology related issues such as technological complexity, compatibility, standardization, etc. അതുമാത്രമല്ല ഉള്ളത്, but mostly about organizations human related issues like resistance to change, organizational culture, incompatible business process, project mismanagement, top management commitment, etc. അപ്പം ഇതിൽ ടെക്നിക്കൽ വശങ്ങൾ മാത്രമല്ല ഡിഫിക്കൽട്ടീസ് ഉള്ളത്, ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ട് എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയായിരിക്കും? അതായത് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ഒരു പഴയ സിസ്റ്റത്തിൽ നിന്ന് പുതിയതിലേക്ക് പോകാനുള്ളൊരു മടി, അതുപോലെ മാനേജേഴ്സായിട്ടുള്ള സഹകരണം ഇല്ലായ്മ, ഇതെല്ലാം ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാക്കും. പുവർ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്ന ടീമാണെങ്കിൽ ഇതൊരു എഫക്റ്റീവ്നെസ്സും ERP ഇംപ്ലിമെൻറ്റേഷൻ എന്നുണ്ടാവില്ല. ERP ഒരു പ്ലാനും കറക്റ്റായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീം ഈ ERP ഇംപ്ലിമെൻറ്റേഷന് ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമ്മുടെ ഈ ഇഷ്യൂസ് പറയുന്നത്, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ERP ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് വാട്ട് ആർ ദി ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ 4ാമത്തെ മൊഡ്യൂൾ ERPയെ കുറിച്ച് പറയാനുള്ളത്. വളരെ ചെറിയ മൊഡ്യൂളാണ്. ഇനി നമുക്ക് വരുന്നത് അടുത്ത മൊഡ്യൂളായ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണ്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ എടുത്ത് തുടങ്ങാം. അതൊരു 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. ചെറിയ മൊഡ്യൂളാണ്, ചെറിയ ഒരു പാർട്ട് അതിൽ വരുന്നുള്ളൂ. അപ്പം ഇത്രയും